ഹായ് ഫ്രണ്ട്സ്, നല്ല സമയങ്ങൾ ആശംസിക്കുന്നു. എൻ്റെ ഇവിടെ ഒരു മുറിവുണ്ടെന്ന് വിചാരിക്കുക, അകത്ത് പഴുത്തിരിക്കുകയാണ്. എൻ്റെ സുഹൃത്ത് ചെറിയൊരു തട്ട് തട്ടി, പക്ഷെ എനിക്ക് വലിയ വേദനയാണ് ഉണ്ടാകുന്നത്. തട്ടിൻ്റെ വേദനയല്ല, അകത്ത മുറിവിൻ്റെ വേദനയാണ്. ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചെന്നും ഷൗട്ട് ചെയ്തെന്നും ദേഷ്യപ്പെട്ടുവെന്നും ഒക്കെ വരാം. വലിയ സാധ്യതകളുണ്ട്. കുഞ്ഞുനാൾ മുതലുള്ള ഹീൽഡ് ആകാത്ത മുറിവുകൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അത് ഹീൽഡ് ആയില്ലെന്നുണ്ടെങ്കിൽ നാം മറ്റുള്ളവരെ മുറിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അത് മാത്രമല്ല, നമുക്ക് സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനസ്സിൽ നിന്ന് ആരംഭിച്ച് ശരീരത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന അസുഖങ്ങൾ, രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ കൗതുകരമായ ഒരു കഥ കേട്ടിട്ടുണ്ട്. ടീനേജ് പ്രായത്തിൽ ഒരു പെൺകുട്ടി സ്പോർട്സ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു വലിയ വീഴ്ച വീണു. ബ്ലീഡിംഗ് ഉണ്ടായി, ഗർഭപാത്രം റിമൂവ് ചെയ്യേണ്ടതായിട്ട് വന്നു. ആ പെൺകുട്ടിയുടെ വളരെ പ്രിയപ്പെട്ട ഒരു ആൻറ്റി ആ പെൺകുട്ടിയെ അടുത്ത് പറഞ്ഞു, നീയായിട്ട് നീ കുടുംബത്തിന് ദുഷ്പേരുണ്ടാക്കത്തില്ല. ഗർഭപാത്രം റിമൂവ് ചെയ്തതിൻ്റെ വലിയ വേദനയിലിരിക്കുന്ന ഈ പെൺകുട്ടിക്ക് ഈ കൂരമ്പ് പോലെയുള്ള വാക്ക് വലിയ വേദനയ്ക്ക് കാരണമായി. ആ പെൺകുട്ടിക്ക് അത് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. ടീനേജ് പ്രായത്തിലാണ്, പക്ഷേ 70-75 വയസ്സായിട്ടും അത് ഓർത്തിരുന്ന് കരയുകയാണ്. ശരിക്കും നമ്മൾ ഒരു ബസ്സിൽ ഒരാൾ യാത്ര ചെയ്യുകയാണ്, ഒരു പെട്ടി ചുമന്നുകൊണ്ട് പോവുകയാണ്. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, നീ ആ പെട്ടി താഴെ വെക്ക്. ഉടനെ അദ്ദേഹം പറയുകയാണ്, നോ, ഇത് വളരെ സേഫായിട്ട് കൊണ്ടുപോകാനുള്ള പെട്ടിയാണ്, വളരെ സേഫായിട്ട് കൊണ്ടുപോകണം, സുരക്ഷിതമായിട്ട് കൊണ്ടുപോകണമെന്ന് ഈ തന്നുവിട്ട ആൾ എന്നോട് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനിത് താഴെ വെക്കില്ല. അപ്പം കൂട്ടുകാരൻ പറഞ്ഞു, സുരക്ഷിതമായിട്ട് തന്നെ നമുക്കത് കൊണ്ടുപോകാം, നീ ഇത് ചുമന്നുകൊണ്ട് നിൽക്കുന്നതിന് പകരം ആ പെട്ടി താഴെ വെക്കൂ, നീ ആ പെട്ടിയുടെ മുകളിൽ കയറി ഇരുന്നാൽ പോരെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിലുള്ള വേദനകളും ഭാരങ്ങളും നൊമ്പരങ്ങളും അപ്രതീക്ഷിതമായി വന്ന അസ്വസ്ഥതകളുമൊക്കെ മരണം വരെ നാം ചുമന്നുകൊണ്ട് നടക്കണമെന്നില്ല. നമുക്കതിന് മുകളിലേക്ക് കയറാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ഉള്ളിൽ ഒരു ആന്തരികമായ ഒരു ഹീലിംഗ് ഉണ്ടാകട്ടെ. അകത്ത് മുറിവ് ആണെങ്കിൽ നാം എല്ലാവർക്കും മുറിവ് കൊടുത്തുകൊണ്ടേയിരിക്കും. അകത്ത് സൗഖ്യമാണെങ്കിലോ നമുക്കെല്ലാവർക്കും സൗഖ്യം കൊടുക്കാനും സാധിക്കും. ഇതിന് സഹായിക്കുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. നമ്മുടെ കുഞ്ഞുനാളിലേക്കൊക്കെ കടന്നു ചെന്ന് നമ്മുടെ ആന്തരികമായ വേദനകളും കുഞ്ഞുനാൾ മുതലുള്ള അപകർഷതയും എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റിക്കളയാൻ നമ്മെ സഹായിക്കുന്ന നല്ല ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഹീലിംഗ് പ്രോഗ്രാമാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. താങ്ക് യു.